നമ്മൾ ഇന്നലെ ഡിസ്കഷൻ അവസാനിച്ചത് റാൻഡം വേരിയബിൾ കൺസെപ്റ്റാണ്. സോ let us consider the definition of a random variable. Let omega comma s be the sample space, and s is actually sample space. A finite single valued function that maps omega into r. Omega into s means s is actually the subset of sample space. അതായത് നമ്മുടെ സിഗ്മ ഫീൽഡ് അങ്ങനെയാണ് ഒമേഗ ഇസ് എ സാമ്പിൾ സ്പേസ്. സോ സാമ്പിൾ സ്പേസ് എന്ന് പറയുമ്പോൾ സാമ്പിൾ സ്പേസിൽ അതിൻ്റെ സാമ്പിൾസ് ഡൊമൈൻ ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ സിഗ്മ ഫീൽഡ് ഉണ്ടാവും. സോ എ ഫൈനൈറ്റ് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ദാറ്റ് മാപ്സ് ആർ ഇൻ omega into r is called a random variable if its inverse image under x of all Borel sets in R are events. Events means sigma field ഒരു മെമ്പർ ആയിരിക്കും. So this inverse image x inverse of v is equal to set of all omega such that x of omega belongs to b. Set of all omega such that x of omega belongs to b. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ആണ് ഒരു സെറ്റ് x inverse that belongs to the sigma field of or subset of sample space omega. Sigma field ഉണ്ടാവും. So that was the definition we have discussed in the last discussion. So this is a formal definition. ഒരു x റാൻഡം വേരിയബിൾ ആണ്, അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അതിൻ്റെ ഹലോ സാർ. പറഞ്ഞോളൂ. കേൾക്കുന്നില്ലായിരുന്നു അല്ലേ? ഇല്ല, കേൾക്കുന്നില്ലായിരുന്നു. സോറി. ഓക്കെ, എനിവേ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ എന്താണ് സാമ്പിൾ സ്പേസിനെ കുറിച്ചാണ്, ഇത് റാൻഡം വേരിയബിളിനെ കുറിച്ച്. സോ വാട്ട് ഈസ് റാൻഡം വേരിയബിൾ? എ ഫൈനൈറ്റ് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ദാറ്റ് ഇൻടു ആർ ഈസ് കോൾഡ് എ റാൻഡം വേരിയബിൾ. Is if the inverse image of x of all Borel sets in R belongs to sigma field of subset of omega, that means events that are events, that is x inverse of v is equal to set of all omega such that x of omega belongs to b belongs to s. Okay, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എന്താണത്, ഇനി നമുക്ക് നോക്കാം അടുത്തത്. let us take the പെയിൻ. ഞാൻ എടുക്കാം പെയിൻ അല്ലേ. ഇന്നലെ വരച്ച പോലെ തന്നെ ഒന്നുകൂടി വരയ്ക്കാം. സപ്പോസ് ദിസ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ സിഗ്മ ഫീൽഡ് ആണ് ഇരിക്കുക. S sigma field, SF field, SF, and this is R. Okay, real life. We can define a function ഇതിൽ ഒമേഗ ഉണ്ടാവും, അതുപോലെ തന്നെ എ ഉണ്ടാവും, എ കോംപ്ലിമെൻ്റ് ഉണ്ടാവും, അങ്ങനെ ഇനി ബി ഉണ്ടെങ്കിൽ ബി കോംപ്ലിമെൻ്റ് എക്സെട്ര. മനസ്സിലായില്ലേ? അങ്ങനെ കുറേ സെറ്റ്സ് ഉണ്ടാവും. ഇഫ് യു ടേക്ക് എ ബോറൽ സെറ്റ് ഹിയർ, നമ്മൾ ബോറൽ സെറ്റ് എടുത്തു, ഓക്കെ, അത് ബി ആണെന്ന് വിചാരിക്കട്ടെ. ഇഫ് യു ടേക്ക് ദ ഇൻവേഴ്സ് ഇമേജ്, അപ്പോൾ ഇവിടുന്ന് ഒരു ഫംഗ്ഷനാണ് എക്സ് എന്ന് പറയുന്നത് അല്ലേ, ആറിലേക്കുള്ള എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എടുക്കുകയാണ്. മനസ്സിലായില്ലേ? അത് ഇങ്ങനെ ഒരു സെറ്റിലേക്ക് വന്നെന്ന് വിചാരിക്കുക. സപ്പോസ് എ ഈസ് ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് എക്സ് ഇൻവേഴ്സ് ബി, എക്സ് ഇൻവേഴ്സ് ഓഫ് ബി. അപ്പോൾ ബി എടുത്ത് ബി റൈറ്റ് സൈഡിൽ ബോർഡർ സെറ്റിൻ്റെ പർട്ടിക്കുലർ കേസ് എടുത്തു,
അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എടുക്കുമ്പോൾ എ എസ്സിലുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഇസ് എ സബ്സെറ്റ് ഓഫ് എസ് സിഗ്മ ഫീൽഡിലുണ്ടെന്ന് വിചാരിക്കുക. ഒമേഗയുടെ സബ്സെറ്റ് സിഗ്മ ഫീൽഡിലുണ്ടെങ്കിൽ we can say that x is a random variable. അതാണ് കണ്ടീഷൻ. ഓക്കെ, now we take the in particular we take b is equal to ഒരു particular case ആയിട്ട് b is equal to open minus infinity comma x എന്നുണ്ട്, closed x. ഓക്കെ, ബി എടുക്കുമ്പോൾ നമുക്കറിയാം അതിന് അങ്ങനെ ബി എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഇൻവേഴ്സ് ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റും. സോ ദാറ്റ് ഇൻവേഴ്സ് ഇമേജ് ഇസ് ഡിനോട്ടഡ് ലൈക്ക് ദിസ് സെറ്റ് ഓഫ് ഓൾ ഒമേഗ സച്ച് ദാറ്റ് എക്സ് ഓഫ് ഒമേഗ ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ്. ഇത് ബി ആണ് ആക്ച്വലി, മനസ്സിലായില്ലേ? സോറി, ബിയുടെ ഇൻവേഴ്സ് ഇമേജ് ആണ്, ബിയുടെ ഇൻവേഴ്സ് ഇമേജ്. വാട്ട് ഈസ് ബി? ബി ഈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതായത് മൈനസ് ഇൻഫിനിറ്റി ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി കോമ എക്സ്, ദാറ്റ് ഈസ് ബി, ദാറ്റ് ഈസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. സോ ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ദാറ്റ് സെറ്റ് അതേതാണ്? അത് നമുക്കിവിടെ ഒരു ഇത് അറിയാം. ഇത് ആക്ച്വലി എന്താണ്? ദിസ് ഈസ് ആക്ച്വലി സെറ്റ് ഓഫ് ഓൾ ഒമേഗ സച്ച് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എക്സ് ഓഫ് ഒമേഗ ലെസ് ദാൻ ഓർ എക്സ് ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമൈനിലുള്ള സെറ്റാണ് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഇൻവേഴ്സ് ഇമേജ് ഇതാണ്. സോ ദാറ്റ് ഈസ് ഇനി ആ സെറ്റ് സിഗ്മ ഫീൽഡിലുണ്ടെങ്കിൽ നമ്മളെടുത്തിട്ട് ഒമേഗയുടെ സബ്സെറ്റിൻ്റെ സിഗ്മ ഫീൽഡിലുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് തിയറം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതാണ് നമ്മൾ പിന്നീട് ഇനി മുഴുവൻ റെഫർ ചെയ്യുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത്. നമ്മളെല്ലാ ബി സെറ്റും എടുത്തില്ല, അതേസമയം ഈ ഒരു സെറ്റ് എടുത്താൽ നമ്മൾ മുൻപേ പഠിച്ചാണല്ലോ, ഇങ്ങനെയുള്ള സെറ്റ് കൊണ്ട് ഇങ്ങനെയുള്ള എന്താണ് ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി കോമ എക്സ് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ സെറ്റുകളെയും ജനറേറ്റ് ചെയ്യാൻ നമ്മൾ ബോറൽ ഫീൽഡ് അങ്ങനെയാണ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. So we consider only this set because we can generate all other sets using this set. ഇതിൻ്റെ കോംപ്ലിമെൻ്റ്, ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ, ഇതിൻ്റെ യൂണിയൻ അങ്ങനെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് we can generate all other sets. So we refer the key set as like this set of all omega such that x of omega less than or equal x that equal to x less. ഇതിനെ നമ്മൾ ഷോർട്ടായിട്ട് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, x less than or equal x. Okay, x less than or equal x that belongs to sigma field of subset of omega. Now we can easily നമുക്ക് ഈ ഒരു സെറ്റിനെ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കീ സെറ്റ് എന്ന് പറഞ്ഞു. സോ ഹൗ ക്യാൻ വി റെപ്രസെൻറ്റ് ദിസ് സെറ്റ്? സോ ഐ വിൽ റൈറ്റ് ദാറ്റ് വൺ. What is that? Minus infinity comma x. This is our key set. Now what is singleton x? This is equal to open minus infinity comma x minus എന്താണ് അല്ല ഇങ്ങനെ എഴുതാം, ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി കോമ ഓപ്പൺ എക്സ് യൂണിയൻ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി കോമ ക്ലോസ്ഡ് എക്സ്. അപ്പോൾ ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി കോമ എക്സിൻ്റെ കൂടെ എക്സ് കൂടി ചേർത്താൽ ഓപ്പൺ മൈനസ് ഇൻഫിനിറ്റി കോമ എക്സ് എഴുതി. So we can easily say that singleton x is nothing but singleton x is nothing but ഇത് നമുക്കെടുത്ത് ഇപ്പുറത്തേക്ക് ഉണ്ടാവും അല്ലേ?
So singleton set is nothing but minus infinity comma x നിന്ന് minus infinity comma x കുറച്ചാൽ കിട്ടുന്നതാണ്. So similarly, open A x less than or equal to b. So what is that? Open A less than x less than or equal to b. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? That is actually ബിയിൽ നിന്ന് ബി മൈനസ് എ കുറച്ചാൽ കിട്ടുന്നതാണ് ഓപ്പൺ എ ലെസ് ആണ്. സോ ഈ ടൈപ്പ് ഈ സെറ്റ് ഉണ്ടെങ്കിൽ ഇത് കിട്ടും. ഓക്കെ, പിന്നെ ഉള്ളത് എ ലെസ് ആൻ ഓർ ഈക്വൽ ടു ബി. അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഈ ലെസ് ആൻ എന്നുള്ള മാറ്റി ലെസ് ആൻ ഓർ ഈക്വൽ ടു ആക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സെറ്റും കിട്ടും. സോ we can consider this as a P set, that is x of omega less than or equal to x. There are all events. Events means subset of a sample space or the elements belongs to the sigma field. ഇവിടെ നമ്മൾ എന്താണ് സാമ്പിൾ സ്പേസ് സിഗ്മ ഫീൽഡ് ഒക്കെ ഇനി അടുത്തത് what is x less than or equal to x less than equals x പറഞ്ഞാൽ that is actually union of x less than or equal to x minus 1 minus n ആണ്. x minus 1 minus n open അതായത് x less than or equal x minus 1 by n ഓപ്പൺ ആണ്, ഓപ്പൺ സെറ്റാണ്. ഓപ്പൺ സെറ്റ് ആകുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള എലിമെൻറ്റ് വരെ വരും. സോ ദാറ്റ് വി ക്യാൻ കൺസിഡർ ദിസ് വൺ. ആൻഡ് വാട്ട് ഈസ് എക്സ് ലെസ് താൻ ഓർ ഈക്വൽ എക്സ്? ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ ഓഫ് ഓൾ എക്സ് ലെസ് താൻ എക്സ് പ്ലസ് 1 by n. എക്സ് പ്ലസ് 1 by n ഓപ്പൺ ആണ്, അതിൻ്റെ ലിമിറ്റ് ഇൻ്റർസെക്ഷൻ അപ്പോൾ 1 by infinity വരും ലാസ്റ്റ് വാല്യൂ. അപ്പോൾ എക്സ് പ്ലസ് 1 by infinity അത് എക്സ് പ്ലസ് 0 ഓപ്പൺ, അതായത് എക്സ് ഉൾപ്പെടെ. സോ എക്സ് ലെസ് താൻ ഓർ ഈക്വൽ എക്സ്. സോ വി ക്യാൻ consider these sets, and this is the indicator function we have discussed in the last class. Ia of omega is equal to 0 if omega not belongs to A, and 1 if omega belongs to omega. It is called indicator function of the set A. Now we consider an example. Consider the coin tossing experiment, and this omega is nothing but h comma t. S is the class of all subsets of omega. അതൊക്കെ നൾ സെറ്റ് ഉണ്ടാവും, സിംഗിൾട്ടൺ എച്ച് സിംഗിൾട്ടൺ ടി ഉണ്ടാവും, പിന്നെ എച്ച് കോമ ടി. ഓക്കെ, ഡിഫൈൻ എക്സ് ബൈ, ഇപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യണം. എക്സ് ഓഫ് എച്ച് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 0. ദെൻ എന്താണ് എക്സ് ഇൻവേഴ്സ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി കോമ എക്സ് ആണ് നമ്മൾ എടുക്കുന്ന ബി സെറ്റ് എന്ന് പറയുന്നത്. ബി എടുത്തിരിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി കോമ എക്സ് ആണ്. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഈ മൈനസ് ഇൻഫിനിറ്റി കോമ എക്സിൽ 0യും 1ഉം ഇല്ലെങ്കിൽ, അതായത് ദാറ്റ് മീൻസ് ഇഫ് എക്സ് ഈസ് ലെസ് ദാൻ 0, അപ്പോൾ എന്താണ് ആ സെറ്റിൽ 0യും ഇല്ല 1ഉം ഇല്ല. സോ ഇറ്റ് ഈസ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0, then the domain or the inverse image is null set. If this set contains 0 but not 1, then അപ്പോൾ 0 മാത്രമേ ഉള്ളൂ. ഈ മൈനസ് ഇൻഫിനിറ്റി കോമ എക്സിൻ്റെ ഉള്ളിൽ 0യും 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഇൻവേഴ്സ് ഇമേജ് എന്ന് പറയുന്നത്? അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് സിംഗിൾട്ടൺ ടി മാത്രമേ, കാരണം 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡൊമൈനിലുള്ള സെറ്റ് ഏതാണ്? ടി ആണ്. സോ ദാറ്റ് ടി ഓൺലി. ഇഫ് 1 ലെസ് ആൻ ഓർ ഈക്വൽ ടു എക്സ്, ദാറ്റ് മീൻസ് എക്സ് 1നേക്കാളും വലുതാണ്. അതായത് അപ്പം മൈനസ് ഇൻഫിനിറ്റി കോമ എക്സിൽ ഏതൊക്കെ ഉൾപ്പെടും? 0യും 1ഉം ഉൾപ്പെടും. സോ ദ domain set will be h comma t. Okay, so that is an example of random variable, and so remember that phi singleton t and singleton h comma t are the members of sigma field or subset of omega. So that is the criteria. If it is the member of sigma field or subset of omega, then we can say that x is a random variable. Okay, so clearly it is a member of sigma field or subset of omega. And now consider another example, that is
tossing 2 coins simultaneously. അപ്പോൾ ഏതായിരിക്കും വരിക? HH വരും, TH വരും, TT വരും, TT വരും, HT വരും, TH വരും. So S be the class of all subsets of omega. Then define x of omega is equal to number of heads in omega. So what will be the values? X of HH equal to 2, x of HT equal to 1, x of TH equal to 1, and x of TT equal to 0, because the number of heads is 2 or 1 or 0. So let us take the B set, that is nothing but the key set minus infinity comma closed x. If it contains 0, 1, 2, or if it does not contain 0, 1, 2, that means if x is less than 0, okay, if x is less than 0, then it does not contain 0, 1, 2. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി if small x is in between 0 and 1, that is 0 less than or equal to x less than 1, that is including 0. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി കോമ എക്സ് പറയുന്ന ആ സെറ്റിൽ 0 വന്നു. അപ്പോൾ എന്തായി? 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണോ ഡൊമൈനിലുള്ള ആ സെറ്റ് നമ്മൾ എടുക്കും. ദാറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഇമേജ്, ദാറ്റ് ഈസ് സിംഗിൾട്ടൺ TT. നൗ ഇഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ 1 and 2, അപ്പോൾ സ്വാഭാവികമായിട്ടും മൈനസ് ഇൻഫിനിറ്റി കോമ ക്ലോസ്ഡ് എക്സ് എന്നുള്ള സെറ്റിൽ 0യും വരും 1ഉം വരും. സോ ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് 0യുടെയും 1യുടെയും ഇൻവേഴ്സ് ഇമേജ് അപ്പോൾ ഏതൊക്കെയാണ്? 0യുടെ TT ആണ്, 1ൻ്റെ HT കോമ TH. And if it is x is greater than or equal to 2, including 2 greater than or equal to 2, അങ്ങനെയാകുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയുടെയും എക്സിൻ്റെ ഇടയിൽ 0 വരും, 1 വരും, 2 വരും. സോ all elements of sample space will be there. So that is actually omega. എല്ലാം വന്നു കഴിയുമ്പോൾ ഒമേഗയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒമേഗ വന്നു. സോ ലുക്ക് അറ്റ് ദിസ് റൈറ്റ് സൈഡ്. Phi is a member of sigma field, T is a member of sigma, TT is a member of sigma field, and this is also a member of sigma field, this is also a member of sigma field or subset of omega. So clearly we can say that x is a random variable. Okay, so x is a random variable. So അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് 1-2 എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റാൻഡം വേരിയബിൾ ക്ലിയർ ആണോ? എസ്റ്റീന ക്ലിയർ ആണോ? റാൻഡം വേരിയബിൾ അത് അവളുടെ മൈക്കിനടുത്ത് പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും. ഓക്കെ ക്ലിയർ ആണ് സർ. ശരി ഓക്കെ. അപ്പോൾ ഞാനത് എടുത്തേക്ക്. അങ്ങനെ നമുക്ക് എത്ര റാൻഡം വേരിയബിൾ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. സോ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ തന്നിട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വർക്കൗട്ട് ചെയ്യണം. ഇനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ വേറെ റാൻഡം വെക്ടർ എന്താണെന്ന് കൂടി പറയാം. അത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലേക്ക് കിടക്കാം. സോ വാട്ട് വിൽ ബി എ റാൻഡം വെക്ടർ? ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ റാൻഡം വേരിയബിൾ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ പല ടൈപ്പ് റാൻഡം വേരിയബിൾ ഉണ്ട്, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എനിവേ എന്താണ് റാൻഡം വെക്ടർ എന്ന് കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഫങ്ഷൻ ഓഫ് റാൻഡം വേരിയബിൾ ഇത് നല്ലൊരു ബുക്കാണ്, റോഹാർഡിയുടെ ബുക്ക്. നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ബുക്കാണ്. എല്ലാ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാവുന്ന പ്രോബ്ലംസാണ്. അടുത്ത ചാപ്റ്റർ ആയിരിക്കും. Now multiple random variable. So here also we can, ഉദാഹരണത്തിന് നമ്മളൊരു ഡൈറ്റോസിങ് എക്സ്പെരിമെൻറ്റ് നടത്തി. സോ naturally we will get the എന്താണ് omega equal to set 1, 2, 3, 4, 5, 6. That is the sample space of a dye-tossing experiment. So and if we toss 2 dice simultaneously, so what will be the sample space? 1, 1, 1, 2,
1 3 1 4 അങ്ങനെ പോയാൽ 6 5 6 5 6 6 ഇങ്ങനെ കിട്ടും. So we can define several random variables on this sigma field. For example, x equal to sum of phase values. We can define another random variable, that is y equal to difference of phase values. So what are the possible values of this sum of phase values? There 2 ഉണ്ടാവും അല്ലേ? 2 സ്റ്റാർട്ട് ചെയ്യും, എക്സെട്ര അവസാനം 6 6ൻ്റെ 12 ഉണ്ടാവും. അതാണ് പോസിബിൾ വാല്യൂസ്. വാട്ട് ആർ ദ പോസിബിൾ വാല്യൂസ് ഓഫ് ഡിഫറൻസ് ഓഫ് ഫേസ് വാല്യൂസ്? 0 വരാൻ ഡിഫറൻസ്, 1 വരാം, 2 3 4 5 വരെ വരാം. ഓക്കെ, വിത്തൗട്ട് സൈൻ, ഡിഫറൻസ് വിത്തൗട്ട് സൈൻ. So the possible values of difference of phase values are 0 1 2 3 etc. 5. So this is a, so we have two random variables on same sigma sample space. എന്ന് പറഞ്ഞ പോലെ we can define several random variables on a random experiment. മനസ്സിലായില്ലേ? So that is denoted as x of omega is equal to x1 of omega, x2 of omega, etc. xn of omega. xn of omega may be sum of phase value, x2 of omega may be the difference of phase values, etc. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഓരോ ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് കോൾഡ് n ഡയമെൻഷൻ റാൻഡം വെക്റ്റർ. അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കണം? ഇതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് എവിടെ ഉണ്ടായിരിക്കണം? നമ്മുടെ എസിൻ്റെ സാമ്പിൾ. ഒരു ഉദാഹരണം ഞാൻ പറയാം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഒരു വെക്റ്റർ എടുത്തു, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 1 കോമ, അതുപോലെ തന്നെ വൈ ലെസ് ദാൻ 3. അപ്പോൾ ഏതായിരിക്കും അത്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാമ്പിൾ സ്പേസിലെ മെമ്പേഴ്സ് നോക്കി. എക്സ് ലെസ് ദാൻ 1 ആവുന്നപ്പോഴായിരിക്കും സമ്മ് ലെസ് ദാൻ 1 അല്ലേ? സോറി, എക്സ് ലെസ് ദാൻ 3 എടുക്കാം, വൈ ലെസ് ദാൻ 1 എടുക്കാം. എക്സ് ലെസ് ദാൻ 3 വരുന്ന സാമ്പിൾ സ്പേസിലെ മെമ്പർ എന്ന് പറയുന്നത് 1,1 ആണ്. ഓക്കെ, ഇനി വൈ ലെസ് ദാൻ 1 വരുന്ന ഏതാണ്? വൈ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ലെസ് ദാൻ 1 ആയിരിക്കണം. ഡിഫറൻസ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ ഡിഫറൻസ് 0 വരുന്ന ഏതാണ്? 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്, 4 4 ഉണ്ട്, 5 5 ഉണ്ട്, 6 ഉണ്ട്. പക്ഷേ രണ്ടും ഒരുമിച്ച് വരണം. അതായത് എക്സ് ലെസ് ദാൻ 3 ആയിരിക്കണം, വൈ ലെസ് ദാൻ 1 ആയിരിക്കണം. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതെടുക്കാൻ പറ്റില്ല. ഇത് വൈ ഗ്രേറ്റർ ദാൻ 3 ആണ്, സമ്മല്ലേ. അപ്പോൾ ഇത് ഒഴിവാക്കണം, ബാക്കിയുള്ള ഏതെടുക്കും? സോ ദാറ്റ് ഈക്വൽ ടു ജസ്റ്റ് 1 1. ഓക്കെ, സോ പക്ഷേ ഇത് എവിടെയുണ്ട്? ഇത് നമ്മുടെ സിഗ്മ ഫീൽഡ് ഓഫ് സബ്സെറ്റ് ഓഫ് ഒമേഗ ബിലോങ്സ് ടു സിഗ്മ ഫീൽഡ് ഓഫ് ഒമേഗ, സിഗ്മ ഫീൽഡ് ഓഫ് ഒമേഗ. കാരണം അതിൽ നമ്മളിതിൻ്റെ എല്ലാ സബ്സെറ്റുകളും എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിഗ്മ ഫീൽഡ് എടുത്താൽ അതിലൊരു മെമ്പർ ആയിരിക്കും 1 1 എന്ന് പറയും. സോ ദാറ്റ് ബിലോങ്സ് ടു എന്താണ് എസ് എന്ന് പറയും. സോ ഇൻ ദാറ്റ് കേസ് വി ക്യാൻ സേ ദാറ്റ്. അപ്പം അങ്ങനെയാണ് ബാക്കിയുള്ള എല്ലാ കേസിലും വരുന്നതെങ്കിൽ, ഇൻ ദാറ്റ് കേസ് വി ക്യാൻ സേ ദാറ്റ് ദിസ് റാൻഡം വെക്ടർ ഇസ് എ റാൻഡം വെക്ടർ. മനസ്സിലായില്ലേ? അങ്ങനെ ആകുമ്പോൾ ഇത് റാൻഡം വെക്ടർ. അപ്പം അങ്ങനെ ഏതെടുത്താലും, ഞാനൊരു പർട്ടിക്കുലർ കേസാണ് കാണിച്ചത്. സോ വി ടേക്ക് ഓൾ അതർ cases and we should have the inverse image in the sigma field or subset of omega. So then I know theorem, if x1 x2 x be a random vector or random variables on omega script s p, അതൊന്നും നിങ്ങളിപ്പോൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മളത് പിന്നീട് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിയുമ്പോൾ നമുക്കത് എന്താണിതെന്ന് പറയാം, അടുത്ത സ്റ്റെപ്പിൽ പറയാം. Just consider defined on omega only. Okay,
then x equal to x1 x2 xn is a n dimensional random vector on omega s p p എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോബിലിറ്റി ആണ്. പ്രോബിലിറ്റി നമ്മൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതിന് ശേഷം അത് എന്താണെന്ന് വിചാരിച്ചാൽ മതി, കണ്ടാൽ മതി. സോ ജസ്റ്റ് കൺസിഡർ ഓൺലി ഒമേഗ. സോ ഇൻ ദാറ്റ് കേസ് let us define I is equal to set of all x1 x2 or xn such that minus infinity less than xi less than or equal to ai. അപ്പോൾ അത് ശരിക്കും ഒരു എന്താണ് പറയുക, 3 ഡയമെൻഷണൽ അല്ലെങ്കിൽ n ഡയമെൻഷണൽ ഫിഗറാണ് വരിക. അപ്പോൾ n ഡയമെൻഷണൽ ഫിഗർ എന്ന് പറയുമ്പോൾ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഒരു 3 ഡയമെൻഷൻ ഞാൻ വരയ്ക്കാം. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് Z ആക്സിസ്. ഓക്കെ, we consider അതുപോലെ ഇതിങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും, ഇതിങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും, ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും, ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യും, അതുപോലെ തന്നെ ഇത് താഴേക്കും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതാണ് വരിക? ഇതാണ് നമ്മൾ റെഫർ ചെയ്യുന്ന എഡ്ജ് എന്ന് പറയുന്നത്, മനസ്സിലല്ലേ? അല്ലെങ്കിൽ ഈ എഡ്ജിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും ഈ സൈഡിലേക്കും താഴെ സൈഡിലേക്കും ഉള്ള ആ റീജിയൻ. അപ്പോൾ ഇതൊക്കെ പെടും കേട്ടോ, ഇതെല്ലാം പെടും, ഇങ്ങോട്ടൊക്കെ വരും. ഞാൻ കളർ കൊടുത്താൽ മൊത്തത്തിൽ ഇതായി, മനസ്സിലായില്ലേ? ഞാൻ കളർ കൊടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ എഡ്ജ് കൊടുക്കുന്നതാണ്. സോ ദാറ്റ് ടൈപ്പ് സെറ്റ്, അതാണ് അങ്ങനത്തെ സെറ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. മൈനസ് ഇൻഫിനിറ്റി സ്റ്റാർട്ട് ചെയ്യുക, മൈനസ് ഇൻഫിനിറ്റി സ്റ്റാർട്ട് ഇങ്ങനെ ഈ സെറ്റുകൾ ഇതേപോലെയാണ്, മനസ്സിലായില്ലേ? സോ ദാറ്റ് ഈസ് ആക്ച്വലി ഇൻ്റർസെക്ഷൻ ഓഫ് കെ ഫ്രം 1 to n സെറ്റ് ഓഫ് ഓൾ ഒമേഗ സെറ്റ് എക്സ് ഓഫ് ഒമേഗ ലെസ് താൻ ഓർ ഈക്വൽ ടു എ കെ. ഈ സെറ്റുകളുടെ ഇൻ്റർസെക്ഷൻ റീജിയൻ ആണത്. ഇങ്ങനെയുള്ള എല്ലാ സെറ്റുകളും എടുത്ത് എക്സ് ആക്സിൽ ഇങ്ങനെ എടുക്കുക, വൈ ആക്സിൽ ഇങ്ങനെ എടുക്കുക, അതിൻ്റെ എല്ലാ ഇൻ്റർസെക്ഷനാണത് ഇങ്ങനെ വന്നിരിക്കുന്നത്. സോ ദാറ്റ് ബിലോങ്സ് ടു ഇത് കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് ദാറ്റ് ബിലോങ്സ് ടു ഫൈനൈറ്റ് ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് ദാറ്റ് ബിലോങ്സ് ടു the sigma field of subset of omega. So in that case we can say that the vector x1 x2 xn is a random vector. Okay, so അതാണ് ഒരു റാൻഡം വെക്റ്റർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് ഞാൻ ഇന്നലെ വരെ ഡിസ്കസ് ചെയ്ത പുസ്തകത്തിൽ അത് എന്താണ് പറയുക, റാൻഡം വേരിയബിൾസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് കൂടുതലുണ്ട്. അതായത് കൂടുതൽ മീൻസ് നമ്മൾ ഇതുണ്ടല്ലേ, ഇതാണ് ഒരു റാൻഡം വേരിയബിളിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, എക്സ് ഇൻവേഴ്സ് ഓഫ് ബി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ പക്ഷേ അതൊക്കെ വായിച്ച് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, റാൻഡം വേരിയബിൾ ഇപ്പം നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് റാൻഡം വേരിയബിൾ കൺസെപ്റ്റ്, അതുപോലെ തന്നെ റാൻഡം വെക്റ്റർ കൺസെപ്റ്റ്, വെക്റ്റർ ഓഫ് റാൻഡം വേരിയബിൾ ആണല്ലേ, വെക്റ്റർ ഓഫ് റാൻഡം വേരിയബിൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഈ എക്സാമ്പിൾ ഞാൻ പറയാം. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, വായിക്കുന്നുണ്ട് കുഴപ്പമില്ല. എനിവേ കൺസെപ്റ്റ് മനസ്സിലാക്കിക്കോ. നൗ വി കൺസിഡർ അനദർ റാൻഡം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത റാൻഡം വേരിയബിൾസ് ഏതൊക്കെയായിരുന്നു? ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത 1-2 സ്പെഷ്യൽ ഒരു പർട്ടിക്കുലർ റാൻഡം വേരിയബിൾസ് ഉണ്ട്. എന്തായിരുന്നു അത്? ഒന്നാമത്തെ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ,
indicator function. So what is indicator function? Indicator function എന്ന് പറയുന്നത് എന്താണ്? I suffix a of എന്താണ് x അല്ലേ? That equal to 1 if x belongs to a, and this will be 0 comma equal to 0 a complement. X belongs to a complement. A of omega is a of x മോളിലാണ് ഉണ്ട്. I of x equal to 1 if x belongs to a and 0 if x not belongs to a or x belongs to a complement. What is the inverse image? Minus infinity comma x. Okay, take b equal to minus infinity comma x. Then x inverse of b. X inverse of b എന്തായിരിക്കും? Equal to null set ആയിരിക്കും. null set ആവുന്നപ്പോഴാണ് if b if x not belongs to if b does not contain if b not contains 0 comma 1. Okay. ഇനി ഇത് ഒമേഗ ആയിരിക്കും. എപ്പോഴായിരിക്കും? This will be omega if b contains both 0 and 1. Okay. ഇനി അടുത്ത എന്തായിരിക്കും? This will be a if b contains 1. Okay, 1 only. Okay, it will be a complement if b contains 0 only. Okay, so നമുക്ക് ഇതിൽ നിന്ന് ഈ ഇൻവേഴ്സ് ഇമേജുകൾ മാത്രം എടുക്കും. ഇനി വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഇൻവേഴ്സ് ഇമേജ് മാത്രം ഒരു കളക്ഷൻ എടുക്കും. That is equal to first one is null set comma then false set comma then a comma then a complement. ഇതാണ് നമ്മൾ സിഗ്മ ഫീൽഡ് ഇൻഡ്യൂസ്ഡ് ബൈ എക്സ് എന്ന് പറയും. ഇൻഡ്യൂസ്ഡ് സിഗ്മ ഫീൽഡ്. Induced by x. Okay. That is actually the sigma field induced by x. Sigma field induced by x. So ഇനി നമ്മൾ അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഇതിപ്പോൾ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ
ഇനി അടുത്തത് രണ്ടാമത്തെ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഫോമാറ്റാണ്, അതുകൊണ്ട് ഞാനിത് സെപ്പറേറ്റ് എഴുതുന്നത്. സെക്കൻഡ് വൺ ഈസ് സിമ്പിൾ ഫംഗ്ഷൻ. സിമ്പിൾ ഫംഗ്ഷനെ പറ്റി എന്തായിരിക്കും? ദാറ്റ് വിൽ ബി എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. അതിന് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എക്സ് ഓഫ് എന്താണ് ഒമേഗ അല്ലേ, അല്ലെങ്കിൽ എക്സ് ഓഫ് ഒമേഗ ഈക്വൽ ടു എന്താണ് വരിക? C1 വരാം, C1 നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 3 4 ഒക്കെ ഉണ്ടാവും. C2 വരാം, if C2 belongs to A2, അങ്ങനെ പോയി അവസാനം എക്സ് ഓഫ് ഒമേഗ Cn വരാം. അതിൻ്റെ സിഗ്മ ഫീൽഡ് എന്താണ്, ജനറേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് നമ്മൾ ഇന്നലെ കണ്ടതാണ്. സോ ദിസ് ക്യാൻ ബി ഒറ്റൊരു ഇതിപ്പോൾ n ടേംസ് ആയിട്ട് എഴുതിയതിന് പകരം നമുക്ക് ഒറ്റൊരു ടേമായിട്ട് എഴുതാം. എങ്ങനെയാണ് എഴുതുക? ദാറ്റ് ഈക്വൽ ടു ഓരോന്നിൻ്റെ ഇൻഡിക്കേറ്റർ എടുത്ത് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും. സോ ദിസ് ഈസ് ദ സിമ്പിൾ ഫംഗ്ഷൻ. ദിസ് ഈസ് ആക്ച്വലി സ്റ്റെപ്പ് ഫംഗ്ഷൻ, നമ്മൾ ഇന്നലെ കണ്ടത്. തേർഡ് ടൈപ്പ് ഈസ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എന്താണ്? സം ജസ്റ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് ഓഫ് ഒമേഗ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സ്റ്റെപ്പ് ശരിക്കും മെഷർ തിയറി വെച്ച് പറയുമ്പോൾ, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ബുക്ക് വായിക്കാൻ പറഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ലിമിറ്റ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻ. നോൺ നെഗറ്റീവ് ലിമിറ്റ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻ. അത് ഞാൻ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണിക്കാം. സ്റ്റെപ്പ് ഫംഗ്ഷൻ. തിയറിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എനിവേ ഞാനൊരു ഫിഗർ കാണിക്കുന്നു. സ്റ്റെപ്പ് ഫംഗ്ഷൻ വിത്ത് ഒരു കാര്യം ഞാനത് വരച്ച് കാണിക്കാം. അപ്പോൾ അതായിരിക്കും നമ്മൾ എക്സ് ആക്സ് എടുത്തു, വൈ ആക്സ് എടുത്തു, നമ്മൾ കുറേ സ്റ്റെപ്പുകൾ എടുത്തു. മനസ്സിലായില്ലേ? അങ്ങനെ എടുത്തു.
ശരി. അപ്പോൾ ഒരു സ്മൂത്ത് കർവ് നമുക്ക് കാണാൻ പറ്റും. ശരി. ഇനി ഈ സ്റ്റെപ്പിൻ്റെ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ എങ്ങോട്ട് കൺവേർജ് ചെയ്യും, ആ നോൺ നെഗറ്റീവ് ഫംഗ്ഷനിലേക്ക് കൺവേർജ് ചെയ്യും. റീമാൻ തിയറിയിലൊക്കെ കാണുന്നുണ്ട് അല്ലേ, ഇതേപോലെ സ്റ്റെപ്പുകളുടെ ഇതെടുക്കാം ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷന് താഴെ സ്റ്റെപ്പ് കാണിച്ചിരിക്കും. മനസ്സിലായി? ഈ സ്റ്റെപ്പുകളുടെ എണ്ണം കൂടുന്തോറും നമുക്ക് കാണാൻ പറ്റും ഈ സ്റ്റെപ്പ് വാല്യൂസ് എന്തുമായിട്ട് കൺവേർജ് ചെയ്യും, ഈ നോൺ നെഗറ്റീവ് ഫംഗ്ഷനായിട്ട് കൺവേർജ് ചെയ്യും. സോ ദാറ്റ് ഈസ് ഐഡിയ. സോ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ക്യാൻ ബി ലിമിറ്റ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻ. അതുകൊണ്ട് നമ്മൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ കൺസിഡർ ചെയ്യും. ഇനി ലാസ്റ്റ് പറഞ്ഞുള്ളതാണ് ആർബിട്രറി ഫംഗ്ഷൻ. ആർബിട്രറി ഫംഗ്ഷൻ എന്തായിരിക്കും? അതിൽ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. മനസ്സിലായില്ലേ? നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്. അതിനെ നമ്മൾ എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ 4 ടൈപ്പ് ഫംഗ്ഷനാണുള്ളത്. അപ്പോൾ ഈ ഒരു ആർബിട്രറി ഫംഗ്ഷൻ നമുക്ക് 2 നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാം. ഒന്നാമത്തത് പോസിറ്റീവ് പാർട്ടും രണ്ടാമത്തത് നെഗറ്റീവ് പാർട്ടാണ്. ഇവിടെ ഈ പോസിറ്റീവ് പാർട്ട് നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ്, ഇത് നോൺ നെഗറ്റീവാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ തന്നെ നെഗറ്റീവ് പാർട്ടും എന്താണ്? പോസിറ്റീവാണ്. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നതാണ് ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ സ്ക്രിപ്റ്റ് എ മെഷറബിളാണ്. ഇന്നലെ പറഞ്ഞ പോലെ സിമ്പിൾ ഫംഗ്ഷൻ ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ്റെ സം ആയതുകൊണ്ട് അതും സ്ക്രിപ്റ്റ് എ മെഷറബിളാണ്. നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ സിമ്പിൾ ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആയതുകൊണ്ട് അതും സ്ക്രിപ്റ്റ് എ മെഷറബിളാണ്. അതുപോലെ തന്നെ 2 നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ ഡിഫറൻസ് ആണ് ആർബിട്രറി ഫംഗ്ഷൻ്റെ, അതും സ്ക്രിപ്റ്റ് എ മെഷറബിളാണ്. 4 പോയിന്റ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഞാൻ കൂടുതലായിട്ട് പറയും. കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇതൊക്കെ പറയാനുണ്ട്. ഇന്ന് തൽക്കാലം സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സോ റിമെമ്പർ 4 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് വി ആർ റെഫറിങ്. ഫസ്റ്റ് വൺ ഈസ് indicator function, second one is sum of indicator function or linear combination of indicator function, that is simple function. Then third one is non-negative function, that is the limit of simple function. അതിൻ്റെ പ്രൂഫൊന്നും നിങ്ങൾ പഠിക്കുന്നില്ല, പക്ഷേ അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ആർബിട്രറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറൻസ് ഓഫ് 2 നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ട് അതും സ്ക്രിപ്റ്റ് ചെയ്യാൻ മെഷബിൾ ആയിരിക്കും. ഓക്കെ.